മുത്തശ്ശന്റെ മൃതദേഹം കണ്ടപ്പോൾ ഈ ആൺകുട്ടിക്ക് ഒരു വിചിത്രമായ ആശയം തോന്നി. മുത്തശ്ശന്റെ പോക്കറ്റിലേക്ക് അവൻ രഹസ്യമായി ഒരു മൊബൈൽ ഫോൺ ഇട്ടുകൊടുത്തു. എന്നാൽ മുത്തശ്ശനെ അടക്കം ചെയ്തതിനുശേഷം അവന് മുത്തശ്ശനോടുള്ള അഗാധമായ സ്നേഹം കാരണം ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്രതീക്ഷിതമായി അടുത്ത ദിവസം ഒരു വിചിത്ര സംഭവം നടന്നു. മുത്തശ്ശന്റെ അടുത്തുനിന്ന് അവന് ശരിക്കും മറുപടി ലഭിച്ചു. അത് വിചിത്രമായ കോഡുകളുടെ ഒരു കൂട്ടമായിരുന്നു. കുട്ടി ഭയന്നുപോയി. മുത്തശ്ശൻ മരിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തെ വേഗം പുറത്തെടുക്കണമെന്നും അവൻ ഉടൻ തന്നെ അച്ഛനോട് പറഞ്ഞു. പക്ഷെ അച്ഛൻ അത് കാര്യമാക്കിയില്ല. ആ വിചിത്ര അക്ഷരങ്ങൾ നോക്കി മുത്തശ്ശനെ അടക്കം ചെയ്യുന്നതിന് മുൻപ് ആരെങ്കിലും ഫോൺ എടുത്ത് തമാശ കാണിച്ചതാകാമെന്നാണ് അച്ഛൻ കരുതിയത്. കുട്ടിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അച്ഛൻ മറ്റൊരു വസ്തുത കൂടി പറഞ്ഞു. കൊറോണർ മുത്തശ്ശന്റെ പോസ്റ്റ്മോർട്ടം നടത്തുകയും ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കുട്ടിക്ക് സംശയമുണ്ടായിരുന്നു. ഫോൺ ഇപ്പോഴും മുത്തശ്ശന്റെ കൈവശമുണ്ടെന്ന് ഉറപ്പിക്കാൻ അവൻ വേഗം സെമിത്തേരിയിലേക്ക് പോയി. അവൻ ഫോണെടുത്ത് മുത്തശ്ശനെ വിളിച്ചു. പരിചിതമായ റിംഗ്ടോൺ കേട്ടപ്പോൾ കുട്ടി ഭയന്ന് പിന്നോട്ടു മാറി. എന്താണ് സത്യത്തിൽ നടക്കുന്നത്? അവന് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ധൈര്യമുണ്ടായില്ല. ഒരു ഹാക്കർ മുത്തശ്ശന്റെ ഫോൺ ഹാക്ക് ചെയ്ത് ആളുകളെ കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ സ്വയം ആശ്വസിച്ചു. അതിനുശേഷം കുട്ടിയുടെ ജീവിതം സാധാരണ നിലയിലായി. അവൻ പതിയെ ഈ സംഭവം മറന്നു.